നമ്മൾ ഇതുവരെ പഠിച്ച ഗ്രാമർ ടോപ്പിക്സ് ഒരുവിധം എല്ലാം തന്നെ റിവൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ലെസൺ ആണ് ഇന്നത്തെ. ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക് ഈ ക്ലാസ്സിനില്ല, നമ്മളെല്ലാം നോക്കുന്നുണ്ട്. ലെസൺ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസേഴ്സ് നോക്കാം. ഈ ക്ലാസ്സിന്റെ അവസാനവും കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം. നീ പുറത്തു പോയ സമയത്ത് രോഹൻ എന്ന് പേരുള്ള ഒരാൾ വിളിച്ചു. പേരുള്ള എന്ന് പറയാൻ നമുക്ക് രണ്ട് വേർബ്സ് ഉപയോഗിക്കാം. നെയ്മഡ് എന്ന് പറയാം, അല്ലെങ്കിൽ കോൾഡ് എന്ന് പറയാം. രോഹൻ എന്ന് പേരുള്ള ഒരാൾ വിളിച്ചു. ആരാണെന്ന് വ്യക്തമായി പറയുന്നില്ല, ഒരാൾ വിളിച്ചു. ഇത് നമുക്ക് എ പേഴ്സൺ എന്ന് പറയാം, അല്ലെങ്കിൽ സംബഡി എന്ന് പറയാം. ദ പേഴ്സൺ എന്ന് പറയരുത്, എ പേഴ്സൺ, ഒരു വ്യക്തി. ആ അർത്ഥത്തിലാണ് നമ്മൾ എ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ഇങ്ങനെ പറയാൻ സാധിക്കും: എ പേഴ്സൺ നെയ്മഡ് രോഹൻ കോൾഡ് വെൻ യു വർ ഔട്ട്, അല്ലെങ്കിൽ വൈ യു വർ ഔട്ട്. വെൻ യു വെന്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നീ പുറത്തു പോയപ്പോൾ എന്നാണ്. നീ പുറത്തു പോയ സമയത്ത് എന്ന് പറയുമ്പോൾ വെൻ യു വർ ഔട്ട്, അതാണ് കുറച്ചുകൂടി നല്ലത്. എ പേഴ്സൺ നെയ്മഡ് രോഹൻ കോൾഡ് വെൻ യു വർ ഔട്ട്. വെൻ യു വെന്റ് ഔട്ട് എന്ന് പറയുമ്പോൾ നീ പുറത്തു പോയപ്പോൾ വിളിച്ചു എന്ന അർത്ഥം കിട്ടും. വെൻ യു വർ ഔട്ട് എന്ന് പറയുമ്പോൾ നീ പുറത്തായിരുന്ന സമയത്ത്. നമുക്കിത് തന്നെ മറ്റൊരു രീതിയിലും പറയാം. സംബഡി കോൾഡ് രോഹൻ ഫോൺഡ് വെൻ യു വർ ഔട്ട്. സംബഡി എന്നോ സംവൺ എന്നോ പറയാം. രണ്ടും തമ്മിൽ മീനിങ്ങിൽ ഒരു ഡിഫറൻസും ഇല്ല. അതുപോലെ തന്നെ എനിബഡി എനിവൺ ഒരേ അർത്ഥമാണ്. നോബഡി നോവൺ അതും ഒരേ അർത്ഥമാണ്. നോവൺ പക്ഷെ എഴുതുമ്പോൾ നമ്മൾ രണ്ട് വാക്കായിട്ടാണ് എഴുതുക. സംവൺ കോൾഡ് രോഹൻ ഫോൺഡ് വെൻ യു വർ ഔട്ട്. ആ രണ്ട് ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, റോഡ് വളരെ ഇടുങ്ങിയതാണ്. അപ്പോൾ മലയാളത്തിൽ നമ്മൾ റോഡ് എന്ന് മാത്രം പറയുമ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങളത് ദ റോഡ് എന്ന് പറയണം. മലയാളത്തിൽ ഒരു റോഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ എ റോഡ് എന്ന് പറയണം. മലയാളത്തിൽ ബാങ്ക് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ദ ബാങ്ക് എന്ന് വേണം പറയാം. റോഡ് വളരെ ഇടുങ്ങിയതാണ്. ഇടുങ്ങിയതാണെന്ന് പറയുമ്പോൾ നാരോ. ദ റോഡ് ഈസ് വെരി നാരോ. അത് രണ്ട് ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്നുണ്ട്. ദ റോഡ് കണക്ട്സ് ദ ടു വില്ലേജസ്. ദ റോഡ് ഈസ് വെരി നാരോ. ദ റോഡ് കണക്ട്സ് ദ ടു വില്ലേജസ്. രണ്ട് ഗ്രാമങ്ങളെയും ആ റോഡ് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് ക്ലോസിന്റെയും സബ്ജക്റ്റ് റോഡ് തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ രണ്ടാമത്തെ ക്ലോസിൽ റോഡിന് പകരം നമുക്ക് വിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. വ്യക്തികളാണെങ്കിൽ നമ്മൾ ഹൂ ഉപയോഗിക്കും, ചിലപ്പോൾ ദാറ്റ് ഉപയോഗിക്കും. വസ്തുക്കള് ഇതുപോലത്തെ ജീവനില്ലാത്ത എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ നമ്മൾ വിച്ചാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് ദാറ്റും ഉപയോഗിക്കാം. അപ്പൊ രണ്ടാമത്തെ ക്ലോസിൽ റോഡിന് പകരം നമുക്ക് വിച്ച് എഴുതാം, അല്ലെങ്കിൽ ദാറ്റ് എഴുതാം. ദാറ്റ് കണക്ട്സ് ദ ടു വില്ലേജസ്. അതൊരു റിലേറ്റീവ് ക്ലോസ് ആണ്. ദാറ്റ് കണക്ട്സ് ദ ടു വില്ലേജസ് അല്ലെങ്കിൽ വിച്ച് കണക്ട്സ് ദ ടു വില്ലേജസ്. ഒരു റിലേറ്റീവ് ക്ലോസ് അത് എന്തിനെ കുറിച്ച് പറയുന്നോ ആ നൗണിന് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആണ് വരിക. ഇവിടെ ആ റിലേറ്റീവ് ക്ലോസ് ദാറ്റ് കണക്ട്സ് ദ ടു വില്ലേജസ് എന്നത് റോഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് തരുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിനെ ആദ്യത്തെ സെന്റൻസിൽ റോഡിന് ശേഷമാണ് ഉപയോഗിക്കുക. ദ റോഡ് ദാറ്റ് കണക്ട്സ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ, അല്ലെങ്കിൽ ദ റോഡ് വിച്ച് കണക്ട്സ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ. നമുക്കിത് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ് വിച്ച് കണക്ട്സ് ദ ടു വില്ലേജസ് എന്നത് റോഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ റോഡ് എന്ന നൗണിന് ശേഷം വേണം അത് ഉപയോഗിക്കാൻ. നമ്മൾ റിലേറ്റീവ് ക്ലോസസ് യൂസ് ചെയ്യുമ്പോൾ അത് ഏത് നൗണിനെ കുറിച്ച് പറയുന്നോ ആ നൗണിന് ശേഷം തന്നെ വേണം ഉപയോഗിക്കാൻ. അതിന്റെ പൊസിഷൻ സെന്റൻസിൽ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റരുത്. ദ റോഡ് വിച്ച് കണക്ട്സ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ. ഇവിടെ നമുക്ക് വിച്ച് കണക്ട്സ് എന്നത് ആക്റ്റീവ് വോയിസിലാണ് അല്ലേ. അപ്പൊ നമുക്കിതിനെ ഈ റിലേറ്റീവ് ക്ലോസ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കതിന്റെ ING ഫോം ഉപയോഗിക്കാം. ദ റോഡ് കണക്റ്റിംഗ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ. ദ റോഡ് കണക്റ്റിംഗ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ. വിച്ച് കണക്ട്സ് ദ ടു വില്ലേജസ് എന്നതിന് പകരമായിട്ടാണ് നമ്മൾ കണക്റ്റിംഗ് ദ ടു വില്ലേജസ് എന്ന ING ഫോം യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസിലുള്ള റിലേറ്റീവ് ക്ലോസിന് പകരം നമുക്ക് ഒരു ING ഫോം ഉപയോഗിക്കാം. പാസീവ് വോയിസിലുള്ള റിലേറ്റീവ് ക്ലോസിന് പകരം നമ്മൾ ഉപയോഗിക്കുക B3 ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് യൂസ് ചെയ്യുക. ദ റോഡ് കണക്റ്റിംഗ് ദ ടു വില്ലേജസ് ഈസ് വെരി നാരോ. ദ റോഡ് കണക്റ്റിംഗ് ദ ടു വില്ലേജസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്രാമങ്ങളെയും ബന്ധിപ്പിക്കുന്ന റോഡ്. നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു പർട്ടിക്കുലർ റോഡിനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ദ റോഡ് എന്ന് പറയുന്നത്. എ റോഡ് എന്നല്ല നമ്മൾ പറയുന്നത്, ശ്രദ്ധിക്കണം. ഒരു റോഡ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എ റോഡ് ഉപയോഗിക്കുക. മഴ പെയ്താൽ നമ്മൾ നനയും. ഒരു കണ്ടീഷനാണ്. മഴ പെയ്യുകയാണെങ്കിൽ നമ്മൾ നനയും. അപ്പോൾ കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഈഫ് ക്ലോസസ് ആണ് യൂസ് ചെയ്യുക. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്താൽ നമ്മൾ നനയും. വി വിൽ ഗെറ്റ് വെറ്റ്.
വി വിൽ വെറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, വെറ്റ് അഡ്ജക്റ്റീവ് ആണ്. നമുക്ക് മോഡൽ വെർബ്സിന് ശേഷം അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കാൻ സാധിക്കില്ല. മോഡൽ വെർബിന് ശേഷം ഒരു അഡ്ജക്റ്റീവ് വരുന്നുണ്ടെങ്കിൽ അതിനിടയിലായി നമ്മൾ ബി, ഗെറ്റ് അതുപോലത്തെ എന്തെങ്കിലും ഒരു വാക്ക് ഉപയോഗിക്കണം. ഷീ വിൽ ബി ബിസി, അവൾ തിരക്കിലായിരിക്കും. ഷീ വിൽ ബിസി എന്ന് പറയരുത്. ഷീ വിൽ ബി ബിസി. ഐ വിൽ ബി ലേറ്റ്, ഐ വിൽ ലേറ്റ് അല്ല, ഐ വിൽ ബി ലേറ്റ്. ബിസി, ലേറ്റ്, വെറ്റ് ഇതെല്ലാം അഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഈ അഡ്ജക്റ്റീവ്സിനെ നമുക്ക് മോഡൽ വെർബ്സിന് ശേഷം ഡയറക്റ്റായി യൂസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതിന് ഇടയിൽ പൊതുവേ നമ്മൾ ബി ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ മഴ നനയും എന്ന് പറയുമ്പോൾ ഗെറ്റ് എന്ന വെർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വി വിൽ ഗെറ്റ് വെറ്റ്. വി വിൽ വെറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, അതിനിടയിൽ ആ ഗെറ്റ് അവിടെ വേണം. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ഗെറ്റ് വെറ്റ്. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാൽ അവൾക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവളെ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു. ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ്. രണ്ട്, അവൾക്ക് അപകടത്തിൽ പരിക്ക് പറ്റിയില്ല. അവളായിട്ടൊന്നും ചെയ്യുന്നതല്ല. അപകടത്തിൽ പരിക്ക് പറ്റിയില്ല എന്ന് പറയുമ്പോൾ പാസീവ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷി വാസ് നോട്ട് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ്. ഷി വാസ് നോട്ട് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഷി വാസ് നോട്ട് ഇൻജേർഡിന് പകരം നമുക്ക് ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ് എന്നും പറയാം. രണ്ട് സെന്റൻസും സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. പാസീവ് ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഷി വാസ് നോട്ട് ഇൻജേർഡ് അല്ലെങ്കിൽ ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഇനി ഇവിടെ ഈ രണ്ട് സെന്റൻസസിനിടയിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട് അല്ലേ? ഒരു കോസും ഒരു ഇഫക്റ്റും. സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നു, അതുകൊണ്ടാണ് അപകടത്തിൽ പരിക്ക് പറ്റാതിരുന്നത്. ഇങ്ങനെ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് രണ്ട് സെന്റൻസസിനിടയിൽ ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാനായി നമുക്ക് ആസ്, സിൻസ്, ബിക്കോസ് ഈ മൂന്ന് കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് സോ ഉപയോഗിക്കാം. ഈ നാല് കൺജങ്ഷൻസും ഈ ഒരു കാര്യം കോസും ഇഫക്റ്റും പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു സെന്റൻസിൽ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ ഉപയോഗിക്കാവൂ. ആസ് ഷി വാസ് വെയറിംഗ് ദി സീറ്റ് ബെൽറ്റ് ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ്. ഇവിടെ നമുക്ക് ആസിന് പകരം സിൻസ് ഉപയോഗിക്കാം. സിൻസ് ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ് ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ്. സിൻസിന് പകരം നമുക്ക് ബിക്കോസ് ഉപയോഗിക്കാം. ബിക്കോസ് ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ് ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ്. ബിക്കോസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് പൊതുവെ മെയിൻ ക്ലോസിന് ശേഷമാണ് വരിക. ആസും സിൻസും ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസസ് പൊതുവെ സെന്റൻസിന്റെ ആദ്യമാണ് വരിക. ഇനിയിപ്പോൾ ബിക്കോസ് ഉപയോഗിച്ച് നിങ്ങളൊരു സെന്റൻസ് തുടങ്ങി എന്ന് കരുതി അതൊരു വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. അങ്ങനെ ചെയ്യാം. നോർമൽ പൊസിഷൻ മെയിൻ ക്ലോസിന് ശേഷമാണെന്ന് മാത്രം. ഇപ്പോൾ ബിക്കോസ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ പൊതുവെ ഇങ്ങനെ പറയാം. ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ് അല്ലെങ്കിൽ ഷി വാസ് നോട്ട് ഇൻജേർഡ് ബിക്കോസ് ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ്. ഇത് തന്നെ നമുക്ക് സോ ഉപയോഗിച്ചും പറയാം. പിന്നെ ആസ്, സിൻസ്, ബിക്കോസ് അതൊന്നും ഉപയോഗിക്കരുത്. ഷി വാസ് വെയറിംഗ് ദ സീറ്റ് ബെൽറ്റ് സോ ഷീ ഡിഡിൻ ഗെറ്റ് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ് അല്ലെങ്കിൽ സോ ഷി വാസ് നോട്ട് ഇൻജേർഡ് ഇൻ ദ ആക്സിഡന്റ്. ആസ്, സിൻസ്, ബിക്കോസ് ഇത് നമ്മൾ കാരണത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ അതിന്റെ റിസൾട്ട് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ നാല് കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സെന്റൻസിൽ ഉപയോഗിക്കാവൂ. നിന്റെ വീട് ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട്? എത്ര ദൂരെയാണ്? എത്ര ദൂരെയാണ് അല്ലെങ്കിൽ എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഹൗ ഫാർ ആണ്. ഫാർ എന്ന വാക്ക് നെഗറ്റീവ് സെന്റൻസസിലും ക്വസ്റ്റ്യൻസിലുമാണ് യൂസ് ചെയ്യുന്നത്. അഫർമേറ്റീവ് സെന്റൻസസിൽ പൊതുവെ നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് എ ലോങ് വേ ആണ്. ഇത് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നമ്മൾ ഫാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഹൗ ഫാർ ഈസ് യുവർ ഹൗസ് ഫ്രം ഹിയർ? ഹൗ ഫാർ ഈസ് യുവർ ഹൗസ് ഫ്രം ഹിയർ? നിന്റെ വീട് ഇവിടെ നിന്ന് ദൂരെയാണോ എന്ന് ചോദിക്കണമെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിക്കുക ഈസ് യുവർ ഹൗസ് ഫാർ ഫ്രം ഹിയർ എന്നാണ്. ഈസ് യുവർ ഹൗസ് ഫാർ ഫ്രം ഹിയർ. ഇനി എൻ്റെ വീട് ഇവിടെ നിന്ന് ദൂരെയാണ് എന്ന് പറയണമെന്ന് കരുതുക. അപ്പൊ നമ്മൾ എന്താ പറയുക? ദൂരെയാണ് എന്ന് പറയുമ്പോൾ അത് അഫർമേറ്റീവ് സെന്റൻസ് ആണല്ലേ. അപ്പൊ അതിൽ ഫാർ അല്ല യൂസ് ചെയ്യുന്നത്, എ ലോങ് വേ ആണ് യൂസ് ചെയ്യുന്നത്. മൈ ഹൗസ് ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. മൈ ഹൗസ് ഈസ് എ ലോങ് വേ ഫ്രം ഹിയർ. എൻ്റെ വീട് ഇവിടെ നിന്ന് കുറേ ദൂരെയാണ്. ഇനി കുറേ ദൂരെയല്ല എന്ന് പറയണമെങ്കിലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലോങ് വേ അല്ല, ഫാർ തന്നെയാണ്. മൈ ഹൗസ് ഈസ് നോട്ട് ഫാർ ഫ്രം ഹിയർ. മൈ ഹൗസ് ഈസ് ഇൻ ഫാർ ഫ്രം ഹിയർ. ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെന്റൻസസിലും ഫാർ ഉപയോഗിക്കുക. അഫർമേറ്റീവ് സെന്റൻസസിൽ ദൂരത്തിനെ കുറിച്ച് പറയാൻ എ ലോങ് വേ ഉപയോഗിക്കുക. അവിടെ ഒരു ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ഐ കാൺ ഇമാജിൻ. എന്താ സങ്കല്പിക്കാനാവാത്തത്? അവളും ബൈക്ക് ഓടിക്കുന്നത്. അപ്പോൾ അവളും ബൈക്ക് ഓടിക്കുന്നത് എന്ന എക്സ്പ്രഷനാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയി വരുന്നത്. വെർബിന് ശേഷം നമ്മൾ എന്ത് അല്ലെങ്കിൽ ആരെ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. പൊതുവെ ഒരു ഇംഗ്ലീഷ് വെർബിന്റെ ഒബ്ജക്റ്റായി കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് നൗൺസും പ്രൊനൗൺസും ആണ്. എല്ലാ വേർബ്സിന് ശേഷവും നമുക്ക് നൗൺസും പ്രൊനൗൺസും ഒബ്ജക്റ്റായി യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നൗൺസും പ്രൊനൗൺസും മാത്രമല്ല, നമുക്ക് ING ഫോംസും ടു ഇൻഫിനിറ്റീവ്സും ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ദാറ്റ് ക്ലോസ് ഒബ്ജക്റ്റായി ഉപയോഗിക്കും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ വേർബ്സിന് ശേഷവും നമുക്കിങ്ങനെ ING ഫോമും ടു ഇൻഫിനിറ്റീവും മാറി മാറി ഉപയോഗിക്കാൻ സാധിക്കില്ല. ചില വേർബ്സിന് ശേഷം നമുക്കിത് രണ്ടും ഉപയോഗിക്കാം.
ചിലതിന് ശേഷം നമ്മൾ ING ഫോം തന്നെ യൂസ് ചെയ്യണം, ചിലതിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വേണം, ചിലതിന് ശേഷം നമുക്ക് ING ഫോമും ദാറ്റ് ക്ലോസും ഉപയോഗിക്കാൻ സാധിക്കും. ഏത് വെർബിന് ശേഷം ഏത് ഉപയോഗിക്കാം അത് നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ ലോങ് സെന്റൻസസ് നിർമ്മിക്കാൻ സാധിക്കൂ. അത് അറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല, എളുപ്പ വഴികളൊന്നും തന്നെയില്ല. നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന വെർബ്സിന് ശേഷം എന്ത് വരും, ING ഫോം ആണോ, ടു ഇൻഫിനിറ്റീവ് ആണോ, ദാറ്റ് ക്ലോസ് ആണോ, ഇതെല്ലാം നമ്മൾ പഠിക്കുക തന്നെ വേണം. നമ്മൾ കോമൺ ആയി യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് നമ്മുടെ ഈ വീഡിയോസിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇംഗ്ലീഷിൽ ലക്ഷക്കണക്കിന് വാക്കുകളുണ്ട്, അതെല്ലാം നമുക്ക് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നോർമലി ഒരാൾ യൂസ് ചെയ്യുന്നത് 1000-ൽ താഴെ വാക്കുകളായിരിക്കും. അപ്പം അത്രയും വാക്കുകൾക്ക് ശേഷം എന്ത് ഉപയോഗിക്കാം, എന്ത് ഉപയോഗിക്കരുത്, അത്രയൊക്കെ അറിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഇമാജിൻ എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ING ഫോം ആണ്, ടു ഇൻഫിനിറ്റീവ് അല്ല. നൗണും പ്രനൗണും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ പറ്റില്ല, ING ഫോം വേണം ഉപയോഗിക്കാൻ. അവളൊരു ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. അവളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനൊരു ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുക ഐ കാൺ ഇമാജിൻ റൈഡിങ് എ ബൈക്ക് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബൈക്ക് ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്നാണ്. ഐ കാൺ ഇമാജിൻ, എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്ത്, ഒരു ബൈക്ക് ഓടിക്കുന്നത്, റൈഡിങ് എ ബൈക്ക്. അപ്പോൾ ഈ സെൻറ്റൻസിൽ ബൈക്ക് ഓടിക്കുന്നത് ഞാനാണ്, അതെനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഇനി അവൾ ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവില്ല എന്ന് പറയണമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇമാജിന് ശേഷം അവളെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രനൗൺ ഉപയോഗിക്കും. ഇവിടെ നമുക്ക് ഹെർ എന്ന പ്രനൗൺ യൂസ് ചെയ്യാം. ഐ കാൺ ഇമാജിൻ ഹെർ. പിന്നെ വരുന്നത് ING ഫോം തന്നെയാണ്, റൈഡിങ് എ ബൈക്ക്. ഐ കാൺ ഇമാജിൻ ഹെർ റൈഡിങ് എ ബൈക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്നല്ല, മറിച്ച് അവൾ ഓടിക്കുന്നത് എനിക്ക് സങ്കല്പിക്കാനാവുന്നില്ല എന്നർത്ഥമാണ്. പല വേർബ്സിന് ശേഷവും നമുക്ക് ഇങ്ങനെ ഒരു പ്രനൗൺ ഉപയോഗിക്കാം. പിന്നെ ആ പ്രനൗണിന് ശേഷം വരുന്ന ING ഫോം അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ആ പ്രനൗണുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ആ സെന്റൻസിന്റെ സബ്ജക്റ്റുമായി ഒരു കണക്ഷനും ഇല്ല. ഐ കാൺ ഇമാജിൻ ഹെർ റൈഡിങ് എ ബൈക്ക്. ഇമാജിൻ എന്ന വെർബിന്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ഹെർ, പിന്നെ അതിന് ശേഷമാണ് റൈഡിങ് എ ബൈക്ക് എന്ന എക്സ്പ്രഷൻ വരുന്നത്. പല വേർബ്സിന് ശേഷവും നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് പ്ലസ് ING ഫോം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പ്ലസ് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാൻ സാധിക്കും. എല്ലാ വെർബിന് ശേഷവും ഇത് സാധ്യമല്ല, പക്ഷേ ഇങ്ങനെ ചില വേർബ്സിന് ശേഷം ഇമാജിൻ അതുപോലത്തെ ഒരു വെർബാണ്, അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇതൊരു നൗണോ പ്രനൗണോ ആയിരിക്കും, പിന്നെ അതിനുശേഷം ING ഫോം ഉപയോഗിക്കും. ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. പറയാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഞാൻ പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്ത എന്തോ ഒന്ന് ഞാൻ ചെയ്തു, ഇപ്പം ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പാസ്റ്റ് റിഗ്രറ്റ്സ്, അതായത് പാസ്റ്റിൽ ചെയ്തു പോയൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പ്രസന്റിലുള്ള റിഗ്രറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന ആഗ്രഹം, അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ഐ വിഷ് ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം വരിക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. കാരണം ചെയ്തു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ പ്രസന്റിലുള്ള നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചോ അല്ല ഇവിടെ പറയുന്നത്, ചെയ്തു പോയൊരു കാര്യത്തിനെ കുറിച്ചുള്ള റിഗ്രറ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഐ വിഷിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മലയാളത്തിൽ എഴുതിയതിൻ്റെ എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അല്ല ഇത്, പക്ഷേ ഈ ഒരു ആശയം ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ചെയ്തു പോയ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള റിഗ്രറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ ഇത്തരം റിഗ്രറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഐ വിഷിന് ശേഷം പാസ്റ്റ് പെർഫെക്റ്റ് വേണം ഉപയോഗിക്കാൻ. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. ഐ വിഷ് ഐ ഹാഡിൻറ്റ് ഇൻവൈറ്റഡ് ഹിം. അവനെ ക്ഷണിച്ചില്ലായിരുന്നുവെങ്കിൽ നന്നായനെ. ഐ വിഷ് ഐ ഹാഡിൻ ഗോൺ ദർ. ഞാൻ അവിടെ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായനെ. ഇതെല്ലാം നമ്മൾ ചെയ്തു പക്ഷെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ്. എനിക്ക് വിശപ്പില്ല, വിശപ്പുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചേനെ. പ്രസന്റിലുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ വിശക്കുന്നില്ല, ഐ എം നോട്ട് ഹംഗ്രി. വിശപ്പുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചേനെ. പ്രസന്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് 1 കണ്ടീഷണലും ടൈപ്പ് 2 കണ്ടീഷണലുമാണ്. ഈഫ് ക്ലോസസിന് തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കണ്ടീഷണൽ ക്ലോസസ്. ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റിനെ കുറിച്ചല്ല, പ്രസന്റിനെ കുറിച്ചാണ്. ഇപ്പൊ വിശപ്പില്ല, വിശപ്പുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചേനെ. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണല്ലേ. വിശപ്പില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയുന്നത് വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചേനെ എന്നാണ്. അപ്പൊ ഇങ്ങനെ പ്രസന്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങൾ, ഇപ്പൊ നമുക്ക് ലോട്ടറി കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെ ആവുക,
ഇതൊക്കെ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങളാണ്, പ്രസന്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്യാമറ കയ്യിലില്ലാത്ത ഒരാൾ ക്യാമറ ഉണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോ എടുക്കാമായിരുന്നു എന്ന് പറയാം. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ടൈപ്പ് 1 അല്ല ടൈപ്പ് 2 കണ്ടീഷണലാണ് യൂസ് ചെയ്യുക. ഇതാണ് ടൈപ്പ് 1 കണ്ടീഷണലും ടൈപ്പ് 2 കണ്ടീഷണലും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. രണ്ടും നമ്മൾ പറയുന്നത് പ്രസന്റിനെ കുറിച്ച് പറയാനാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാനാണ്. പക്ഷെ സംഭവിക്കാൻ സാധ്യത കൂടുതലുള്ള റിയൽ സിറ്റുവേഷൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ടൈപ്പ് 1 ഉപയോഗിക്കണം. ഇതുപോലെ വിശപ്പില്ല എന്ന് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ വിശപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും കഴിച്ചേനെ എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അങ്ങനെ പ്രസന്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 2 കണ്ടീഷണലാണ്. അതിന്റെ ഫോം എന്താണ്? ഈഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ്, മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1. നമുക്ക് മീനിങ്ങിനനുസരിച്ച് ചിലപ്പോൾ കുഡോ മൈറ്റോ ഉപയോഗിക്കാം. എനിക്ക് വിശപ്പില്ല, ഐ ഡോണ്ട് ഹാവ് ഹങ്കർ എന്ന് പറയരുത്, ഐ എം നോട്ട് ഹംഗ്രി. ഇംഗ്ലീഷിൽ അത് അങ്ങനെയാണ് പറയുന്നത്, ഐ എം നോട്ട് ഹംഗ്രി. ഹംഗ്രി അഡ്ജക്റ്റീവ് ആണ്, ഹങ്കർ നൗൺ ആണ്. വിശപ്പിന് എക്സാക്ട് ഇംഗ്ലീഷ് ഹങ്കർ എന്ന നൗൺ ആണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഐ ഡോണ്ട് ഹാവ് ഹങ്കർ എന്ന് പറയില്ല, ഐ എം നോട്ട് ഹംഗ്രി. വിശപ്പുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിച്ചേനെ. ഈഫ് ഐ വാസ് ഹംഗ്രി അല്ലെങ്കിൽ ഈഫ് ഐ വേർ ഹംഗ്രി. ടൈപ്പ് 2 കണ്ടീഷനിൽ നമ്മൾ പൊതുവെ വാസിന് പകരം വേർ ഉപയോഗിക്കും. സബ്ജക്റ്റ് എന്ത് തന്നെയായാലും, ഹി ആയാലും ഷീ ആയാലും എല്ലാം നമുക്ക് അവിടെ വേർ ഉപയോഗിക്കാൻ സാധിക്കും. ഈഫ് ഐ വാസ് ഹംഗ്രി ഐ വുഡ് ഈറ്റ് സംതിങ്, അല്ലെങ്കിൽ ഈഫ് ഐ വേർ ഹംഗ്രി ഐ വുഡ് ഈറ്റ് സംതിങ്. ഇതൊരു പ്രസന്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ടൈപ്പ് 2 കണ്ടീഷണൽ ഉപയോഗിച്ചത്. ഇനി ഇത് നോക്കൂ, എനിക്ക് വിശപ്പില്ലായിരുന്നു. പാസ്റ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. പാസ്റ്റിൽ ഏതോ ഒരു സമയത്ത് വിശപ്പില്ലായിരുന്നു, ഐ വാസ് നോട്ട് ഹംഗ്രി. വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. ഇതും ഇമാജിനറി സിറ്റുവേഷൻ ആണ്, പക്ഷെ പ്രസന്റിലുള്ളതല്ല, പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇങ്ങനെ പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് 3 കണ്ടീഷണലാണ്. പാസ്റ്റിനെ കുറിച്ച് പറയാൻ ഈ കണ്ടീഷണൽ വേണം യൂസ് ചെയ്യാൻ. പ്രസന്റിനെ കുറിച്ച് പറയാനാണ് നമ്മൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം യൂസ് ചെയ്യുന്നത്. വിശപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. ടൈപ്പ് 3 കണ്ടീഷണലിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുക വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അപ്പോൾ ഇവിടെ വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ, എനിക്ക് വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ, വിശപ്പുണ്ടായെന്ന് പറയുമ്പോൾ ഐ എം ഹംഗ്രി. വിശപ്പുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ഹംഗ്രി. വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറയുമ്പോഴോ പാസ്റ്റ് പെർഫെക്റ്റിൽ എങ്ങനെ പറയും? ഈസിൻ്റെയും വാസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും എല്ലാം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. ഇത് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്, അത് ഓർത്ത് വയ്ക്കുക. ഈഫ് ഐ ഹാഡ് ബീൻ ഹംഗ്രി, എനിക്ക് വിശപ്പുണ്ടായിരുന്നുവെങ്കിൽ ഐ വുഡ് ഹാവ് ഈറ്റൺ സംതിങ്, ഞാൻ എന്തെങ്കിലും കഴിക്കുമായിരുന്നു. ഈഫ് ഐ ഹാഡ് ബീൻ ഹംഗ്രി ഐ വുഡ് ഹാവ് ഈറ്റൺ സംതിങ്. ഹാഡ് ബീൻ എന്നത് ബിയുടെ ഈസ്, ആം, ആർ, വാസ്, വേർ അതിൻ്റെ എല്ലാം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഈ വേർബ്സിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാവ് ബീനും ഹാസ് ബീനും. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈഫ് ഐ വാസ് ഹംഗ്രി എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആയ ഹാഡ് ബീൻ വേണം ഉപയോഗിക്കാൻ. ഹാവ് ബീൻ അല്ല യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ടൈപ്പ് 3 കണ്ടീഷനിൽ യൂസ് ചെയ്യുന്നത്. ഈഫ് ഐ ഹാഡ് ബീൻ ഹംഗ്രി ഐ വുഡ് ഹാവ് ഈറ്റൺ സംതിങ്, ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കുമായിരുന്നു. സാഹിത്യത്തിന് പകരം ഞാൻ സയൻസ് ആണ് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സാഹിത്യമാണ് പഠിച്ചത്, ലിറ്ററേച്ചർ ആണ് പഠിച്ചത്, പക്ഷെ സയൻസ് ആണ് പഠിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ഇതും ഒരു റിഗ്രറ്റ് ആണ്, പാസ്റ്റിൽ ചെയ്തു പോയൊരു കാര്യത്തിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ റിഗ്രറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇതും പറയുന്നത്. ഐ വിഷ്, പിന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ഐ ഹാഡ് സ്റ്റഡീഡ് സയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലിറ്ററേച്ചർ. ഇൻസ്റ്റെഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ സാഹിത്യത്തിന് പകരം. ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ് സയൻസ് ഇൻസ്റ്റെഡ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന് പകരം ഞാൻ സയൻസ് ആണ് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. പഠിച്ചത് ലിറ്ററേച്ചർ ആണ്, അതിലിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിഗ്രറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഐ വിഷ് ഐ ഹാഡ് സ്റ്റഡീഡ്. ഐ വിഷിന് ശേഷം ഇവിടെയും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്ന് ശ്രദ്ധിക്കണം. ആ ഡോഗ് കുരയ്ക്കുന്നതെന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഒരു ഡോഗ് വല്ലാതെ കുരയ്ക്കുന്നത് നമ്മളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കംപ്ലൈൻറ്റ് ആണ്. ഇങ്ങനെ ഈ കംപ്ലൈൻസിനെ കുറിച്ച് പറയാനും നമുക്ക് ഐ വിഷ് ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം പാസ്റ്റ് പെർഫെക്റ്റും സിമ്പിൾ പാസ്റ്റും ഒന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് പകരം വുഡാണ് ഉപയോഗിക്കുന്നത്. ഐ വിഷ് ദാറ്റ് ഡോഗ് വുഡ് സ്റ്റോപ്പ് ബാർക്കിംഗ്. ഐ വിഷ് ദാറ്റ് ഡോഗ് വുഡ് സ്റ്റോപ്പ് ബാർക്കിംഗ്. ആ ഡോഗ് കുരയ്ക്കുന്നതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഐ വിഷ് ഇറ്റ് വുഡ് സ്റ്റോപ്പ് റെയിനിങ്. മഴ പെയ്യുന്നതെന്ന് നിന്നിരുന്നെങ്കിൽ. ഐ വിഷ് യു വുഡ് സ്റ്റോപ്പ് ഇന്ററപ്റ്റിംഗ് മീ. നീ എന്നെ തടസ്സപ്പെടുത്തുന്നത് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ. ഇതെല്ലാം നമ്മളെ കണ്ടിന്യൂസ്ലി തടസ്സപ്പെടുത്തുന്ന ഒരാളോട് നമ്മൾ പറയുകയാണ്, ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇവിടെയെല്ലാം ഇങ്ങനെ കംപ്ലൈൻസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വുഡാണ് കേട്ടോ ഐ വിഷിന് ശേഷം. നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ? പാർട്ടി നടക്കാൻ പോകുന്നേ ഉള്ളൂ, ഫ്യൂച്ചറിലാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള പോകുന്നുണ്ടോ പോകുന്നില്ലയോ എന്ന തീരുമാനത്തിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ ഫ്യൂച്ചർ ഇവന്റ് ആണെങ്കിലും നമ്മൾ പ്രസന്റിൽ അതിനെക്കുറിച്ച് ഓൾറെഡി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക, സിമ്പിൾ ഫ്യൂച്ചർ അല്ല. വിൽ യു ഗോ ടു ദ പാർട്ടി അല്ല, ആർ യു ഗോയിങ് ടു ദ പാർട്ടി. നീ പാർട്ടിക്ക് പോകുന്നുണ്ടോ?
ആർ യു ഗോയിങ് ടു ദ പാർട്ടി? ഇല്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല. നോ, എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്, ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നല്ല. പാസീവ് വെർബാണ് വേണ്ടത്. അവർ എന്നെ ക്ഷണിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. ക്ഷണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. ഇത് പാസീവ് വോയിസിൽ പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? നോ, ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ഐ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് അല്ല. ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പാസീവ് വെർബ് വേണം ഉപയോഗിക്കാനെന്ന് ശ്രദ്ധിക്കുക. സബ്ജക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, സബ്ജക്റ്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസീവ് വെർബാണ്. ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ് അല്ലെങ്കിൽ ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. അവർ എന്നെ ക്ഷണിച്ചിട്ടില്ല. ആ ലാസ്റ്റ് സെന്റൻസ് ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ ആക്റ്റീവ് വോയിസിലാണ്. അതിന്റെ പാസീവ് ഫോം ആണ് ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. നമുക്ക് അല്പനേരം കൂടി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. ഇത് പാസ്റ്റ് റിഗ്രറ്റ് അല്ല, പ്രസന്റിലുള്ള റിഗ്രറ്റ് ആണ്. ഇപ്പൊ ഇവിടെ കുറച്ചു നേരം കൂടി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള സാഹചര്യമില്ല, പോയേ മതിയാവും. അപ്പൊ നമുക്ക് അങ്ങനെ പ്രസന്റിലുള്ള അൺറിയലിസ്റ്റിക് ആയ സംഭവിക്കാൻ സാധ്യത കുറവുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ഇപ്പൊ എനിക്ക് പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയണമെന്ന് കരുതാം. പ്രസന്റിലുള്ള ഒരു ആഗ്രഹമാണ്, പക്ഷെ തീർച്ചയായും നടക്കാത്ത ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ പറയാം ഐ വിഷ് ഐ കുഡ് ഫ്ലൈ എന്നാണ്. സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ച്. ഐ വിഷ് ഐ ഹാഡ് മോർ മണി. അവിടെ ഹാഡ് കണ്ട് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് കരുതരുത്. തനിച്ച് നിൽക്കുന്ന ഹാഡ് സിമ്പിൾ പാസ്റ്റ് ആണ്. ഹാഡിന് ശേഷം V3 വരുമ്പോൾ മാത്രമേ ആ സെന്റൻസ് പാസ്റ്റ് പെർഫെക്റ്റിലാവുള്ളൂ. ഐ വിഷ് ഐ ഹാഡ് മോർ മണി. എനിക്ക് കുറച്ചുകൂടി പണം ഉണ്ടായിരുന്നെങ്കിൽ. ഐ ഹാഡ് മോർ മണി അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് പറയേണ്ടത് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. ഐ വിഷ് വി കുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഹിയർ. കുറച്ചു നേരം കൂടി എ ലിറ്റിൽ ലോങ്ങർ. ഐ വിഷ് വി കുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഹിയർ. ഇവിടെ ഹിയർ എന്ന് എഴുതാൻ വിട്ടുപോയി. ഐ വിഷ് വി കുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഹിയർ. എ ലിറ്റിൽ ലോങ്ങർ എന്ന് പറയുമ്പോൾ കുറച്ച് സമയം കൂടി. വി കുഡ് സ്റ്റേ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഐ വിഷ് വി കുഡ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഹിയർ. പ്രസന്റിലുള്ള റിഗ്രറ്റ്. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്നാൽ ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഐ വിഷിന് ശേഷം സിമ്പിൾ പാസ്റ്റ്. ഇപ്പൊ കഴിവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ കുഡ് ഉപയോഗിക്കാം. അയാൾക്ക് 100 വയസ്സുണ്ടെന്നാണ് പറയുന്നത്. ആളുകൾ അങ്ങനെയാണ് പറയുന്നത്, നമുക്കറിയില്ല, ഒരുപക്ഷെ സത്യമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ അങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്, ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് ഇറ്റ് ഈസ് സെഡ്. പിന്നെ അതിനുശേഷം വരിക ദാറ്റ് ക്ലോസ് ആണ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് 100 years old. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് 100 years old. ഹി ഈസ് 100 എന്ന് പറഞ്ഞാൽ മതി. ഇയേഴ്സ് ഓൾഡ് അവിടെ നിർബന്ധമില്ല. പക്ഷെ ഇയേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഓൾഡും ഉപയോഗിക്കണം. ഹി ഈസ് 100 years എന്ന് മാത്രം പറയരുത്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹി ഈസ് 100 years old. ഇത് നമുക്ക് ഉറപ്പില്ലാത്ത എന്നാൽ ഒരുപക്ഷെ സത്യമാവാൻ സാധ്യതയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ്. ഇത് തന്നെ നമുക്ക് ഹി സബ്ജക്റ്റായി വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ ദാറ്റ് ക്ലോസ് അല്ല, ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് സെഡ് ടു ബി 100 years old. രണ്ട് സ്ട്രക്ചറും ശ്രദ്ധിക്കണം. ഹി ഈസ് സെഡ്, പിന്നെ അതിനുശേഷം ടു ബി എന്ന ഇൻഫിനിറ്റീവ് ആണ് വന്നത്. ഇറ്റ് ഈസ് സെഡിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ദാറ്റ് ഹി ഈസ് 100 years old എന്ന ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിച്ചത്. ഹി ഈസ് സെഡ് ടു ബി 100 years old. ഇത് തന്നെ നമുക്ക് സപ്പോസ് ടു ഉപയോഗിച്ചും പറയാം. ഹി ഈസ് സപ്പോസ് ടു ബി 100 years old. അയാൾക്ക് 100 വയസ്സുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ദാറ്റ് മൂവി ഈസ് സപ്പോസ് ടു ബി ഗുഡ് എന്ന് പറയുമ്പോൾ ആ സിനിമ നല്ലതാണ് എന്നാണ് ആളുകൾ പറയുന്നത്. ആവാൻ സാധ്യതയുണ്ട്, നമുക്ക് പക്ഷെ ഉറപ്പുള്ള കാര്യമല്ല. ഹി ഈസ് സപ്പോസ് ടു ബി 100 years old എന്ന് പറയുമ്പോൾ അതാണ് അയാൾക്ക് 100 വയസ്സുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ഉറപ്പില്ല, പക്ഷെ അത് സത്യമാവാൻ സാധ്യതയുണ്ട്. അവൾ ഇന്നലെ എന്നെ ഫോൺ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അവൾ വിളിച്ചില്ല. വിളിക്കാം നമ്മൾ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അവൾ വിളിച്ചില്ല. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് നിലവിലുണ്ടായിരുന്നു, വിളിക്കാമെന്നൊരു പ്രോമിസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ കാരണം കൊണ്ട് വിളിച്ചില്ല. ഇത് പറയാനും നമുക്ക് സപ്പോസ് ടു ഉപയോഗിക്കും. അപ്പോൾ പിന്നെ പാസ്റ്റ് ടെൻസിൽ അത് യൂസ് ചെയ്യുന്നു. ഷി വാസ് സപ്പോസ് ടു കോൾ മീ യെസ്റ്റർഡേ ബട്ട് ഷീ ഡിഡ്ന്റ്. ഷി വാസ് സപ്പോസ് ടു കോൾ മീ യെസ്റ്റർഡേ ബട്ട് ഷീ ഡിഡ്ന്റ്. അവൾ വിളിക്കേണ്ടതായിരുന്നു. ഇത് നമുക്ക് ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിച്ച് പറയാൻ സാധിക്കുമോ? ഷുഡ് ഹാവ് പ്ലസ് V3യും ഇങ്ങനെ ചെയ്യേണ്ടതായിരുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുമ്പോൾ അതിലൊരു കുറ്റപ്പെടുത്തലുണ്ട്. ഇവിടെ കുറ്റപ്പെടുത്തലില്ല. ഇവിടെ വിളിക്കേണ്ടതായിരുന്നു, വിളിച്ചില്ല എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് പകരം നമുക്ക് ഷീ ഷുഡ് ഹാവ് കോൾഡ് മീ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് പരാതി ഉണ്ട് എന്നൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. ഷീ ഷുഡ് ഹാവ് കോൾഡ് മീ യെസ്റ്റർഡേ. മലയാളത്തിൽ പറയുമ്പോൾ രണ്ടിനും വിളിക്കേണ്ടതായിരുന്നു എന്ന മീനിങ് തന്നെയാണ്. പക്ഷെ ഇംഗ്ലീഷിൽ അത് പറയുമ്പോൾ അതിന്റെ മീനിങ്ങിന് ചെറിയ ഡിഫറൻസ് ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഷി വാസ് സപ്പോസ് ടു കോൾ മീ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പരാതിയും ഒരു കുറ്റപ്പെടുത്തലും ഇല്ല. അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. ഷീ ഷുഡ് ഹാവ് കോൾഡ് മീ എന്ന് പറയുമ്പോൾ അവൾ വിളിക്കേണ്ടതായിരുന്നു, പക്ഷെ വിളിച്ചില്ല എന്നൊരു പരാതി ഉണ്ട്. ഈ ആഴ്ച ഞങ്ങൾ വീട് പെയിന്റ് അടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വീട് പെയിന്റ് ചെയ്യിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, ആരെ കൊണ്ടോ ചെയ്യിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറയും?
ഈ ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയും പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ മതി. കാരണം ഇതൊരു പ്രീ എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ അല്ല, പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഇങ്ങനെ പറയാം, വി ആർ പെയിന്റിംഗ് ദ ഹൗസ് ദിസ് വീക്ക്. വി ആർ പെയിന്റിംഗ് ദ ഹൗസ് ദിസ് വീക്ക്. സമയം സൂചിപ്പിക്കുന്ന വാക്കുകൾ ദിസ് വീക്ക്, യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്. അതേപോലെ സ്ഥലം സൂചിപ്പിക്കുന്ന വാക്കുകൾ അറ്റ് ദ ക്ലബ്ബ്, അറ്റ് ദ ലൈബ്രറി, ഔട്ട്സൈഡ്, ഔട്ട്ഡോർസ്. ഇതെല്ലാം സെന്റൻസിന്റെ അവസാനമാണ് പൊതുവെ വരിക. വി ആർ പെയിന്റിംഗ് ദ ഹൗസ് ദിസ് വീക്ക്. അപ്പൊ ഈ സെന്റൻസിന് അർത്ഥം നമ്മളാണ് ചെയ്യുന്നത് എന്നാണ്. മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഹാവിന്റെ അല്ലെങ്കിൽ ഗെറ്റിന്റെ കോസേറ്റീവ് ഫോംസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയ വീഡിയോസ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെയാ പറയാം? നമ്മൾ പെയിന്റ് ചെയ്യിക്കുന്നുണ്ട്, വി ആർ, പിന്നെ വരുന്നത് ഹാവ് ആണ്, അതിന്റെ ing ഫോം. ഈ സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിലായത് കാരണമാണ് നമ്മൾ അതിന്റെ ing ഫോം യൂസ് ചെയ്യുന്നത്. വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ് ദിസ് വീക്ക്. വി ആർ ഹാവിംഗ് അല്ലെങ്കിൽ ഗെറ്റിംഗ് ദ ഹൗസ് പെയിന്റഡ് ദിസ് വീക്ക്. ഇതിനർത്ഥം ഈ ആഴ്ച നമ്മൾ ആരെ കൊണ്ടോ ഈ വീട് പെയിന്റ് ചെയ്യിക്കുന്നുണ്ട് എന്നാണ്, നമ്മൾ ചെയ്യുന്നുണ്ട് എന്നല്ല. ഇവിടെ വി ആർ ഹാവിംഗിന് ശേഷം വീടിനെ സൂചിപ്പിക്കുന്ന നൗൺ ഉപയോഗിച്ചു, പിന്നെ വരുന്നത് V3 ആണെന്ന് ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും ഈ സ്ട്രക്ചറിൽ പിന്നെ വരിക V3 തന്നെയാണ്. വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ് ദിസ് വീക്ക്. വി ആർ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളാണ് പെയിന്റ് ചെയ്യുന്നത്. വി ആർ ഹാവിംഗ് ദ ഹൗസ് പെയിന്റഡ് എന്ന് പറയുമ്പോൾ മറ്റാരെ കൊണ്ടോ നമ്മൾ അത് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പത്രം വായിക്കാറില്ല, ഞാനും വായിക്കാറില്ല. നെഗറ്റീവായ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പത്രം വായിക്കാറില്ല എന്ന് പറയുമ്പോൾ, വായിക്കാറില്ല എന്ന് പറയുമ്പോൾ അത് ഹാബിറ്റ് ആണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ഐ നെവർ റീഡ് ന്യൂസ് പേപ്പേഴ്സ്. ഞാൻ പത്രം വായിക്കാറില്ല, ഞാനും വായിക്കാറില്ല. കേൾക്കുന്നയാൾ പറയുന്നത് അയാളും വായിക്കാറില്ല എന്നാണ്. ഇവിടെ നെഗറ്റീവായ ഒരു സെന്റൻസിനോട് നെഗറ്റീവായ മറ്റൊരു സെന്റൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഐദർ എന്ന വാക്ക് ഉപയോഗിക്കാം, നീദർ എന്ന വാക്ക് ഉപയോഗിക്കാം, നോർ എന്ന വാക്ക് ഉപയോഗിക്കാം. നീദറും നോറും സെന്റൻസിന്റെ ആദ്യം വരുമ്പോൾ ഐദർ വരുന്നത് സെന്റൻസിന്റെ അവസാനമാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം, നീദർ ഡു ഐ. ഇവിടെ ആദ്യത്തെ സെന്റൻസിൽ വന്നിട്ടുള്ള ഓക്സിലറി വെർബ് ഡു ആണ്. അത് തന്നെയാണ് നമ്മൾ നീദറിന് ശേഷം ഉപയോഗിക്കുന്നത്. നീദർ ഡു ഐ. പിന്നെ റീഡ് ദ ന്യൂസ് പേപ്പർ, അതൊന്നും പറയണ്ട, ഞാനും വായിക്കാറില്ല, അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. നീദർ ഡു ഐ. നീദറിന് ശേഷം ഓക്സിലറി, പിന്നെയാണ് സബ്ജക്റ്റ്. നീദറിന് പകരം നമുക്ക് നോർ ഉപയോഗിക്കാം, നോർ ഡു ഐ. ഞാനും വായിക്കാറില്ല. ഇത് തന്നെ നമുക്ക് ഐദർ ഉപയോഗിച്ചും പറയാം. അപ്പോൾ പിന്നെ അതിനകത്ത് വേറൊരു നോട്ട് വേണം, ഐ ഡോണ്ട് ഐദർ. ഞാനും വായിക്കാറില്ല, ഐ ഡോണ്ട് ഐദർ. നോട്ട് ഐദർ തന്നെയാണ് നീദർ. ഐ ഡോണ്ട് റീഡ് ന്യൂസ് പേപ്പേഴ്സ്, ഐ ഡോണ്ട് ഐദർ. ഞാനും വായിക്കാറില്ല, അല്ലെങ്കിൽ നീദർ ഡു ഐ, നോർ ഡു ഐ. അതിലെ ആദ്യത്തെ സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുള്ള ടെൻസിനനുസരിച്ച് ഒരു ഓക്സിലറി വെർബ് വേണം നമ്മൾ നീദറിനും നോറിനും ശേഷം ഉപയോഗിക്കാം. ഇപ്പോൾ ആദ്യത്തെ സെന്റൻസ് ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. ഇവിടെ സബ്ജക്റ്റ് ഐ ആകുമ്പോൾ പിന്നെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് നീദർ ഡു ഐ എന്ന് പറയുന്നത്. ഐദറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ ആ സെന്റൻസിനകത്ത് ഒരു നോട്ട് വേണമെന്ന് ശ്രദ്ധിക്കുക. നീദറും നോറും നെഗറ്റീവ് വാക്കുകളാണ്, പിന്നെ അതിനുശേഷം നോട്ട് ഉപയോഗിക്കില്ല എന്നും ശ്രദ്ധിക്കുക. നീ ഇപ്പോൾ പോവരുതെന്നാണ് എനിക്ക്. നമ്മുടെ ഒരു ആഗ്രഹം പറയാണ്, ഒരാളിപ്പോൾ പോകുന്നതിനോട് നമുക്ക് താല്പര്യമില്ല. ഇതെങ്ങനെയാ പറയാം? എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒന്നും അല്ല പറയുന്നത്, പക്ഷെ ഇതേ കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഇങ്ങനെയാണ്. എനിക്കിപ്പോൾ പോകണ്ട എന്ന് പറയണമെന്ന് വരുന്നത്. എനിക്ക് പോകണ്ട, ഞാനത് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മൾ പറയാം ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എന്നാണ്. വാണ്ട് എന്ന വെർബിന് ശേഷം നമുക്ക് നൗണും പ്രൊനൗണും ഒബ്ജക്റ്റായി ഉപയോഗിക്കാം. പിന്നെ ഉപയോഗിക്കാവുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. ing ഫോം ഉപയോഗിക്കാൻ സാധിക്കില്ല, ദാറ്റ് ക്ലോസും നമ്മൾ ഉപയോഗിക്കില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എന്ന് പറയുമ്പോൾ എനിക്ക് പോകാൻ താല്പര്യമില്ല. നീ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയണമെങ്കിലോ, അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ വാണ്ട് എന്ന വെർബിന് ശേഷം ഒരു പ്രൊനൗൺ ഉപയോഗിക്കാം, പിന്നെ അതിനുശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ, ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ എന്ന് പറയുമ്പോൾ എനിക്കാണ് പോകാൻ താല്പര്യമില്ലാത്തത്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ എന്ന് പറയുമ്പോൾ നീ പോകുന്നതിനോടാണ് എനിക്ക് താല്പര്യമില്ലാത്തത്. വാണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക ടു ഇൻഫിനിറ്റീവ് ആണെന്ന് ശ്രദ്ധിക്കുക. ആ ടു ഇൻഫിനിറ്റീവിന് മുന്നിൽ നമുക്കൊരു പ്രൊനൗൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു നൗൺ ഉപയോഗിക്കാം. പിന്നെ ആ ഇൻഫിനിറ്റീവ് ആ നൗണുമായി അല്ലെങ്കിൽ പ്രൊനൗണുമായി ബന്ധപ്പെട്ടതാണ്. ആ സെന്റൻസിന്റെ സബ്ജക്റ്റുമായി പിന്നെ അതിനൊരു ബന്ധവുമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ, എനിക്ക് പോകണ്ട. ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ, നീ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഒരു നീണ്ട അവധി എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. നിർദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ സജസ്റ്റ്, നിർദ്ദേശിച്ചു, സജസ്റ്റഡ്. ഡോക്ടർ എന്ന് മാത്രം മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ അത് ദ ഡോക്ടർ എന്ന് വേണം പറയാൻ. ഒരു ഡോക്ടർ ആണെങ്കിൽ എ ഡോക്ടർ. അപ്പോൾ ദ ഡോക്ടർ സജസ്റ്റഡ്. സജസ്റ്റിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒരു ദാറ്റ് ക്ലോസും ഒരു ing ഫോമുമാണ് ഒബ്ജക്റ്റായിട്ട്. ഓഫ് കോഴ്സ് നമുക്ക് നൗണും പ്രൊനൗണും യൂസ് ചെയ്യാം. അതല്ലാതെ നമുക്ക് സജസ്റ്റിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കില്ല.
ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ING ഫോം ഉപയോഗിക്കാം. ദ ഡോക്ടർ സജസ്റ്റഡ് ടേക്കിംഗ് എ ലോങ് ഹോളിഡേ. സജസ്റ്റിന് ശേഷം ING ഫോം വരുമ്പോൾ ആരാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നില്ല. നമ്മൾ ഡയറക്റ്റ്ലി ING ഫോം യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ദ ഡോക്ടർ സജസ്റ്റഡ് ടേക്കിംഗ് എ ഹോളിഡേ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എന്നോടാണ് പറഞ്ഞത് എന്ന മീനിങ് അവിടെ വ്യക്തമാണ്. പക്ഷെ നമ്മൾ ആ സെന്റൻസിനകത്ത് പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല. ദ ഡോക്ടർ സജസ്റ്റഡ് ടേക്കിംഗ് എ ലോങ് ഹോളിഡേ. നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയാം. അങ്ങനെ വരുമ്പോൾ ദാറ്റിന് ശേഷം നമുക്കൊരു ക്ലോസ് തന്നെ വേണം. അതായത് സബ്ജക്റ്റ് വേണം, വെർബ് വേണം, പിന്നെ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ വാക്കുകളെല്ലാം വേണം. അപ്പോൾ നമുക്കത് ഇങ്ങനെയും പറയാം. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ഹോളിഡേ. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ഹോളിഡേ. സജസ്റ്റിന് ശേഷം വരുന്ന ദാറ്റ് ക്ലോസിൽ പൊതുവെ നമ്മൾ ഷുഡ് ഉപയോഗിക്കും. ഷുഡ് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം, പക്ഷെ അത് ഒമിറ്റ് ചെയ്താലും ആ സെൻറ്റൻസിനകത്ത് മറ്റു ചേഞ്ചസ് ഒന്നും വരുത്തരുത്. ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ടേക്ക് എ ലോങ് ഹോളിഡേ എന്ന് പറയാം, അല്ലെങ്കിൽ ദ ഡോക്ടർ സജസ്റ്റഡ് ദാറ്റ് ഐ ഷുഡ് ടേക്ക് എ ലോങ് ഹോളിഡേ. ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് വേണം, വെർബ് വേണം, പിന്നെ മറ്റു വാക്കുകളും വേണം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ദാറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ആ ദാറ്റിന് ശേഷം നമുക്കൊരു സബ്ജക്റ്റ് വേണം, വെർബ് വേണം, അതെല്ലാം വേണം. അപ്പോഴേ അത് ക്ലോസ് ആയി മാറും. എനിക്ക് ഒരു ഡോക്ടറാണ്, ഇതെൻ്റെ ആഗ്രഹമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഐ വാണ്ട്. ഇവിടെ ഡോക്ടർ ആവണം, ടു ഇൻഫിനിറ്റീവ്. ഐ വാണ്ട് ടു ബിക്കം എന്താവണം? ഒരു ഡോക്ടർ, എ ഡോക്ടർ. ഐ വാണ്ട് ടു ബിക്കം എ ഡോക്ടർ. എൻ്റെ മകൾ ഒരു ഡോക്ടർ ആവണമെന്നാണ് എനിക്കാവണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ എൻ്റെ മകളായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെങ്ങനെ പറയും? നീ പോവരുതെന്ന് പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, ഐ ഡോണ്ട് വാണ്ട് യു ടു ഗോ. ആ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഐ വാണ്ട് മൈ ഡോട്ടർ ടു ബിക്കം എ ഡോക്ടർ. ഐ വാണ്ട് മൈ ഡോട്ടർ ടു ബിക്കം എ ഡോക്ടർ. ഇവിടെ ടു ബിക്കം എന്ന ഇൻഫിനിറ്റീവ് ഡോട്ടർ എന്ന നൗണുമായി ബന്ധപ്പെട്ടതാണ്, ഞാനുമായി ബന്ധപ്പെട്ടതല്ല. ചില വേർബ്സിന് ശേഷം നമുക്കിങ്ങനെ ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ പ്ലസ് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ചിലതിന് ശേഷം നമ്മൾ ആ നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ പ്ലസ് ING ആണ് ഉപയോഗിക്കുക. കഴിഞ്ഞൊരു എക്സാമ്പിളിൽ ഇമാജിന് ശേഷം നമ്മൾ പ്രൊനൗൺ പ്ലസ് ING ആണ് ഉപയോഗിച്ചത്. ഐ കാൺ ഇമാജിൻ ഹെർ റൈഡിങ്. വാണ്ടിന് ശേഷം നമ്മൾ ING ഫോം യൂസ് ചെയ്യില്ല, അതിന് പകരം ഉപയോഗിക്കുന്ന ടു ഇൻഫിനിറ്റീവ് ആണ്. പണം മോഷ്ടിച്ചത് അവർ നിഷേധിച്ചു. നിഷേധിച്ചു എന്ന് പറയുമ്പോൾ ഡിനൈഡ്, നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ഡിനൈ. പണം മോഷ്ടിച്ചത് അവർ നിഷേധിച്ചു. ദേ ഡിനൈഡ്. എന്താ അവർ നിഷേധിച്ചത്? പണം മോഷ്ടിച്ചു എന്ന കാര്യം. ഡിനൈ എന്ന വെർബിന് ശേഷം നമുക്ക് നൗണും പ്രൊനൗണും ഒബ്ജക്റ്റായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് ING ഫോമും ദാറ്റ് ക്ലോസും ആണ്. മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ സ്റ്റീൽ, അതിൻ്റെ ING ഫോം സ്റ്റീലിംഗ്. ദേ ഡിനൈഡ് സ്റ്റീലിംഗ് ദ മണി. നമുക്കിവിടെ സ്റ്റീലിംഗ് എന്ന ING ഫോമിന് പകരം നമുക്ക് ഹാവിങ് സ്റ്റോളനും ഉപയോഗിക്കാം. ദേ ഡിനൈഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് ഞാൻ പറയാം. ദേ ഡിനൈഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി. ആ ഹാവിങ് സ്റ്റോളൻ അവിടെ നിർബന്ധമില്ല, സ്റ്റീലിംഗ് പറഞ്ഞാലും മതി. ഇത് തന്നെ ദാറ്റ് ക്ലോസ് ഉപയോഗിച്ച് പറയുമ്പോഴും ഞങ്ങൾ പണം എടുത്തിട്ടില്ല, അതാണ് അവർ പറയുന്നത് അല്ലേ. വി ഹാവിങ് സ്റ്റോളൻ ദ മണി. അവരുടെ ഒറിജിനൽ സ്റ്റേറ്റ്മെന്റ് അതാണ്, വി ഹാവിങ് സ്റ്റോളൻ ദ മണി. പിന്നെ നമ്മൾ അതിനെ റിപ്പോർട്ട് ചെയ്യാണ്, അവർ പണം മോഷ്ടിച്ചു എന്നത് അവർ നിഷേധിച്ചു. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ വി ഹാവിങ് സ്റ്റോളൻ ദ മണി എന്ന പ്രസന്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ആയി മാറും. അപ്പോൾ നമുക്കത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ഡിനൈ എന്ന് പറയുമ്പോൾ നിഷേധിക്കുകയാണ്. അപ്പോൾ പിന്നെ ദാറ്റ് ക്ലോസിൽ നോട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. സമ്മതിച്ചു എന്നല്ല പറയുന്നത്, നിഷേധിച്ചു എന്നാണ്. ഡിനൈ നെഗറ്റീവ് വാക്കാണ്, പിന്നെ ആ ദാറ്റ് ക്ലോസിൽ വേറൊരു നോട്ടില്ല. ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ആ ഹാഡ് സ്റ്റോളൻ എന്ന പാസ്റ്റ് പെർഫെക്റ്റിന് പകരമായിട്ടാണ് നമ്മൾ ഹാവിങ് സ്റ്റോളൻ എന്ന ING ഫോം അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഹാവിങ് സ്റ്റോളൻ നിർബന്ധമില്ല, നമുക്ക് സ്റ്റീലിംഗ് എന്ന ING ഫോം മാത്രം ഉപയോഗിച്ചാലും മതി. ദേ ഡിനൈഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. പണം മോഷ്ടിച്ചെന്ന കാര്യം അവർ നിഷേധിച്ചു. പണം മോഷ്ടിച്ചത് അവർ സമ്മതിച്ചു. സമ്മതിച്ചു എന്നതിന് നമുക്ക് അഡ്മിറ്റഡ് എന്ന് പറയാം. കൺഫസ്ഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇത് കുറ്റം സമ്മതിച്ചു എന്നൊരർത്ഥമാണ് അതിന് വരുന്നത്. നമുക്കിവിടെ അഡ്മിറ്റഡ് ഉപയോഗിച്ച് പറയാം. അഡ്മിറ്റഡിന് ശേഷം വരുന്നതും ING ഫോം അല്ലെങ്കിൽ ദാറ്റ് ക്ലോസ് ആണ്. ദേ അഡ്മിറ്റഡ് സ്റ്റീലിംഗ് ദ മണി. അപ്പോൾ പണം മോഷ്ടിച്ചു എന്നവർ സമ്മതിച്ചു. ഹാവിങ് സ്റ്റോളൻ പറയാം. ദേ അഡ്മിറ്റഡ് ഹാവിങ് സ്റ്റോളൻ ദ മണി. ദാറ്റ് ക്ലോസ് ആണെങ്കിലും ദാറ്റ് ക്ലോസ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം. ദേ അഡ്മിറ്റഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ദേ അഡ്മിറ്റഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ആ ഹാഡ് സ്റ്റോളൻ എന്ന പാസ്റ്റ് പെർഫെക്റ്റിന് പകരമായിട്ടാണ് നമ്മൾ ഹാവിങ് സ്റ്റോളൻ എന്ന ING ഫോം അവിടെ യൂസ് ചെയ്യുന്നത്. ദേ അഡ്മിറ്റഡ് ദാറ്റ് ദേ ഹാഡ് സ്റ്റോളൻ ദ മണി. ഡിനൈ അഡ്മിറ്റഡ്. അതുപോലത്തെ വാക്കുകൾക്ക് ശേഷം നമുക്ക് ING ഫോമും ദാറ്റ് ക്ലോസും ഒബ്ജക്റ്റായി ഉപയോഗിക്കാൻ സാധിക്കും. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.